നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാർ ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ടും രാജേഷിനോട് ക്യൂവിൽ നിൽക്കാൻ അധികൃതർ നിർദ്ദേശിച്ചതായി ബന്ധുക്കൾ പരാതിപ്പെട്ടു. അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷമാണ് രാജേഷ് കുമാർ കുഴഞ്ഞു വീണതെന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാട് ബന്ധുക്കൾ എടുത്തു. പോലീസും ആശുപത്രി അധികൃതരും ബന്ധുക്കളുമായി ചർച്ച നടത്തി. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പലപ്പോഴും ചികിത്സ കിട്ടാതെ രോഗികൾ മടങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഇന്നലെ മാത്രം 2000-ലേറെ രോഗികളാണ് എത്തിയത്. എന്നാൽ ഒപിയിൽ 2 ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സെൻസസ് ജോലി ശബരിമല വാർഡിലാണ്. 1000-ലേറെ കെട്ടിടങ്ങൾക്കാണ് നമ്പർ ഇടേണ്ടത്. മറ്റിടങ്ങളിൽ എന്യൂമറേറ്റർക്ക് പരമാവധി 200 കെട്ടിടങ്ങളാണ് സെൻസസിനായി നൽകുന്നത്. ഈ മാസം 1-ന് ആരംഭിച്ച സെൻസസ് ജോലികൾ നിലയ്ക്കലിലെ കെട്ടിടങ്ങൾക്ക് നമ്പർ ഇട്ടുകൊണ്ടാണ് ആരംഭിച്ചത്. പമ്പയിലും സെൻസസ് പൂർത്തിയായി. നീലിമല വഴി സന്നിധാനത്തേക്കുള്ള പാതയിൽ ഷെഡുകളും കെട്ടിടങ്ങൾക്കും നമ്പർ ഇട്ടു. സന്നിധാനം, മാളികപ്പുറം മേൽശാന്തിമാരുടെ താമസ സ്ഥലത്തും എത്തി. ഇന്ന് മടങ്ങുന്ന വഴി സ്വാമി അയ്യപ്പൻ റോഡ് വശങ്ങളിലുള്ള കെട്ടിടങ്ങൾക്ക് നമ്പർ ഇടും. സന്നിധാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ ഉരൽക്കുഴിയിലെ ഏക ആദിവാസി കുടിലിലേക്ക് പോകുമ്പോൾ കാട്ടാനക്കൂട്ടം തടസ്സമായി. ഒപ്പമുണ്ടായിരുന്ന വനപാലകർ ശബ്ദമുണ്ടാക്കി ആനക്കൂട്ടത്തെ അകറ്റി. കുടിലിലെ താമസക്കാരൻ സുരേന്ദ്രനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഭാര്യയും സഹോദരിയുമാണ് സുരേന്ദ്രന് ഒപ്പമുള്ളത്. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവർ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ശ്രമം തുടങ്ങി. ഇന്നലെ രാത്രി വടം ഉപയോഗിച്ച് 3 തവണ കെട്ടിടാവശിഷ്ടങ്ങൾ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ 2-3 ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. നിലവിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയുമാണ് തിരിച്ചുവിടുന്നത്. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. യാത്രാ ക്ലേശം പരിഹരിച്ച് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയ ശേഷം ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ 4-ാം ദിവസവും തുടരും. കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേക സംഘം ഇന്ന് പ്രദേശം സന്ദർശിക്കും. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. ഇതോടെ മരണസംഖ്യ 6ആയി. അതേസമയം ഏറെ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ച കള്ളാടി തുരങ്കപാത പദ്ധതിയുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ രൂപീകരിക്കുന്ന വിദഗ്ധ സമിതിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. തുരങ്കപാത വിദഗ്ധർ, പ്രമുഖ ജിയോളജിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന ഉന്നതതല സമിതിയാകും പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാതവും സുരക്ഷിതത്വവും വിശദമായി പഠിക്കുക. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുരങ്കപാത പദ്ധതിയുടെ ഭാവി സർക്കാർ തീരുമാനിക്കുക. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ വേഗത്തിലുമാണ് 2134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതയ്ക്ക് 1-ാം ഘട്ട പാരിസ്ഥിതികാനുമതി ലഭ്യമാക്കിയതെന്ന് രേഖകൾ. സംസ്ഥാന പാരിസ്ഥിതികാഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലാണ് ഇന്നത്തെ മഴക്കെടുതികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. തിരുവനന്തപുരം കരകുളം ഏണിക്കര പൂച്ചടിവിള ജയനിവാസിൽ രവീന്ദ്രനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 76 വയസ്സായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 20 ദിവസത്തോളം പഴക്കമുണ്ട്. ജനലിലൂടെ നായ വീട്ടിനുള്ളിൽ കയറി മൃതദേഹത്തിൽ നിന്ന് മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു. അസ്ഥികൂടം കട്ടിലിൽ തലയൊട്ടി തറയിലുമായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ ദേഹത്ത് ഉണ്ടായിരുന്നു. മരണത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് പറഞ്ഞു. പെൻഷൻ കൊണ്ടുവന്ന ആൾ വിളിച്ചിട്ടും കാണാതായതിനെ തുടർന്ന് മകനെ വിവരം അറിയിച്ചു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് വീട് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉസ്ബെക്കിസ്ഥാൻ ബുക്കാറ യൂണിവേഴ്സിറ്റി 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭ ഭവനിൽ ബസന്തിന്റെയും മിനിയുടെയും മകൾ സാവരിയ ബസന്ത് കൊല്ലപ്പെട്ടത് അതിക്രൂരമായി. ഇസ്ലാമിലേക്ക് മതം മാറാത്തതിന്റെ വൈരാഗ്യത്തിൽ ഇതേ സ്ഥാപനത്തിലെ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം ആണ് സാവരിയെ കൊലപ്പെടുത്തിയത്. മതം മാറാൻ തയ്യാറാകാത്തതിന് പ്രതി നിരന്തരം പീഡിപ്പിച്ചിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ ബന്ധു ജനീഷിനോട് സാവരിയുടെ സഹപാഠികളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രതി മലപ്പുറം സ്വദേശി സദറുൽ അനം അതിക്രൂരമായാണ്
സാവരിയെ മർദ്ദിച്ചത്. തല മുതൽ കാൽ വരെ ചതവുകളുണ്ടായിരുന്നു. ഫോട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്നതായി ബന്ധു പറഞ്ഞു. പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ ലാപ്ടോപ്പ് കണ്ട് അടിച്ചെന്ന പ്രതിയുടെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. എത്ര മർദ്ദിച്ചാലും മതം മാറില്ലെന്ന് സാവരിയ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. തലക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണം. വിശദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 20 ദിവസം കഴിഞ്ഞേ ലഭിക്കുകയുള്ളൂ. കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം കുറവായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസം. സാവരിയ കൊല്ലപ്പെട്ട ഉസ്ബെക്കിസ്ഥാൻ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പാകിസ്ഥാൻ ഇടപെടലെന്നും ആശങ്ക. പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഏജൻസികളാണ് വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റും ഹോസ്റ്റൽ നടത്തിപ്പും നിയന്ത്രിക്കുന്നതെന്നാണ് വിവരം. മതപരിവർത്തന ലക്ഷ്യവുമായാണ് പ്രവേശന നടപടികൾ പോലും. പെൺകുട്ടികളിൽ മുസ്ലിം ഇതര വിഭാഗക്കാർക്കാണ് കൂടുതൽ പരിഗണന. ഇത്തരത്തിൽ പ്രവേശനം നേടുന്നവരെ ലക്ഷ്യമിട്ട് വിവിധ രീതിയിലുള്ള മതപരിവർത്തന ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട്. യൂണിവേഴ്സിറ്റിയെയും ഇവ നിയന്ത്രിക്കുന്ന ഏജൻസികളെയും കുറിച്ച് ഭാരത എംബസി സമഗ്രമായി അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. MLA പേരിൽ കള്ളയൊപ്പിട്ട് നിയമസഭയിൽ നിന്ന് ഓവർ ടൈം ഡ്യൂട്ടി അലവൻസായി 85,400 രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അറസ്റ്റിൽ. നാട്ടികയിലെ മുൻ CPI MLA CC മുകുന്ദന്റെ PA ആയിരുന്ന മസൂദ് K വിനോദിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ PA ആയും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. 2021 ജൂൺ മുതൽ 2023 ഡിസംബർ വരെയുള്ള കാലയളവിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തെന്ന വ്യാജേന MLA വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് രേഖയുണ്ടാക്കി അലവൻസ് കൈപ്പറ്റിയെന്നാണ് കേസ്. യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവായ AA മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിൽ 2024 തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെ 5:45 പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന പുനലൂർ ഡിപ്പോയുടെ KL 15A 0612 നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ്സിനാണ് ചടയമംഗലം കുരിക്കോട് ഭാഗത്ത് വെച്ച് തീപിടുത്തമുണ്ടായത്. ബസിന്റെ മുൻഭാഗത്തെ ടയറിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ബാറ്ററി ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. IT ജീവനക്കാരുടെ അപകട മരണത്തിൽ വൻ വഴിത്തിരിവ്. ബൈക്ക് നിയന്ത്രണം വിട്ടതല്ല അപകട കാരണമെന്ന് കണ്ടെത്തി. ബൈക്കിന് പിന്നിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. പോലീസിന് തോന്നിയ സംശയമാണ് വഴിത്തിരിവായത്. 25 വയസ്സുകാരായ 2 സുഹൃത്തുക്കളാണ് ഇന്നലെ തിരുവല്ലത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചത്. ബൈക്കിലിടിച്ച കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്നും കണ്ടെത്തി. കാർ ഓടിച്ച യുവാവും പിടിയിലായി. ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെന്ന് പ്രതി വിപിൻ പോലീസുകാരോട് സമ്മതിച്ചു. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശി മൃദുല ആൻ ഉമ്മൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മെൽബണിലെ പ്രശസ്തമായ മാർവൽ ഓഡിറ്റോറിയത്തിൽ 25,000-ലധികം ഇന്ത്യൻ സമൂഹാംഗങ്ങൾ ഒത്തുകൂടി. തുടർന്ന് പ്രധാനമന്ത്രി മോദി ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്ന് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ ഏറ്റുപറഞ്ഞതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. തെലങ്കാനയിലെ യാദാദ്രി ഭുവനഗിരി ജില്ലയിൽ നിന്നുള്ള ഒരാൾ 1.10 ലക്ഷം രൂപയുടെ മുഴുവൻ തുകയും 10 രൂപ നാണയങ്ങളായി നൽകി മോട്ടോർ സൈക്കിൾ വാങ്ങി. ചിത്യാല മണ്ഡലത്തിലെ വെളിമിനഡു ഗ്രാമത്തിലെ താമസക്കാരനായ കൊണ്ടേ രഘുപതിയാണ് ഇങ്ങനെ വാങ്ങിയത്. തന്റെ കയ്യിൽ കിട്ടുന്ന ഓരോ 10 രൂപ നാണയവും മാറ്റിവെക്കുന്നത് രഘുപതി ഒരു ശീലമാക്കി. വർഷങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ സമ്പാദ്യം ക്രമാനുഗതമായി വളർന്നു. ഒടുവിൽ അത് 1.10 ലക്ഷം രൂപയിലെത്തി. ഇത്രയും നാണയങ്ങൾ എങ്ങനെ എണ്ണുമെന്ന് ജീവനക്കാർ ആദ്യം അത്ഭുതപ്പെട്ടുപോയി. എന്നിരുന്നാലും രഘുപതിയുടെ ക്ഷമയും സമ്പാദ്യശീലത്തിനും ആകൃഷ്ടരായ അവർ പണം സ്വീകരിച്ച് 1.10 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്പ്ലെൻഡർ പ്ലസ് മോട്ടോർ സൈക്കിളിന്റെ താക്കോൽ കൈമാറി. അപകട മരണനിരക്ക് കുറയ്ക്കാൻ ആംബുലൻസുകളുടെ രൂപകൽപ്പനയിലും സുരക്ഷാ ക്രമീകരണത്തിലും മാറ്റം വരുന്നു. നവജാത ശിശുക്കളെ അടിയന്തര വിദഗ്ധ ചികിത്സയ്ക്ക് വേഗത്തിലെത്തിക്കാൻ നിയോനാറ്റൽ ആംബുലൻസുകളും ഒന്നിലധികം രോഗികളെ ഒരേ സമയം കൊണ്ടുപോകാനുള്ള മൾട്ടി സ്ട്രക്ചർ വാഹനങ്ങളും പുതുതായി വരും. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും ആംബുലൻസുകളിൽ സജ്ജമാക്കും. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം തയ്യാറാക്കി. പൊതുജനാഭിപ്രായം കൂടി സ്വരൂപിച്ച ശേഷം വാഹനത്തിന്റെ നിർമ്മാണം, മെഡിക്കൽ ഉപകരണങ്ങൾ ഉറപ്പാക്കൽ എന്നിവ ഉൾക്കൊള്ളിച്ച് ദേശീയ ആംബുലൻസ് കോഡായ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് AIS 125 ഭേദഗതികൾ വരുത്തും. ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി NIA അറസ്റ്റ് ചെയ്ത മാത്യു ആരോൺ വാൻഡെക് തിഹാർ ജയിലിനുള്ളിൽ സ്വന്തമായി അമേരിക്കൻ ശൈലിയിലുള്ള ഭക്ഷണം തയ്യാറാക്കാൻ അനുമതി തേടി ഡൽഹി കോടതിയെ സമീപിച്ചു. ജയിലിലെ എരിവും എണ്ണയും കലർന്ന ഭക്ഷണം 50 ദിവസത്തിലേറെയായി
കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അത് തന്റെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചുവെന്നും അയാൾ കോടതിയെ അറിയിച്ചു. അപേക്ഷയിൽ അസാധാരണമായ വിശദമായ ഭക്ഷണ പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ, ചട്ടികൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഫുഡ് ചോപ്പർ എന്നിവ ഉപയോഗിക്കുന്നതിനും ചുവന്ന മാംസം, ചിക്കൻ, മത്സ്യം, ചെമ്മീൻ ഉൾപ്പെടെ പയർ, അരി, പാസ്ത, നൂഡിൽസ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബീൻസ്, ബ്രെഡ്, വെണ്ണ, ഒലിവ് ഓയിൽ, ടോണ്ട് മിൽക്ക്, സോയാപ്പാൽ, കുപ്പിവെള്ളം, പച്ചക്കറികൾ, നാരങ്ങ, കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിനും വാൻഡെക് അനുമതി തേടിയിട്ടുണ്ട്. ഗുജറാത്തിലെ വഡോദര ജില്ലയിൽ നിന്ന് വിശ്വാമിത്രി നദിയിൽ ഡസൻ കണക്കിന് മുതലകൾ ഒത്തുകൂടിയതായി കാണിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ഇതിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കുകയും അധികാരികളെ പൊതുസുരക്ഷാ ഉപദേശം പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. മഴക്കാലത്ത് അസാധാരണമായി ധാരാളം മുതലകൾ നദിയിൽ ഒരുമിച്ച് കാണപ്പെടുന്ന കോത്വാഡ ഗ്രാമത്തിനടുത്താണ് ഈ കാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉരകങ്ങൾ നദിക്ക് കുറുകെ വ്യാപിച്ചതായി സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അതേസമയം അപൂർവ കാഴ്ച കാണാൻ സമീപത്തെ പാലത്തിൽ ജനക്കൂട്ടം തടിച്ചുകൂടി. പശ്ചിമ ബംഗാളിൽ ജൂലൈ 24 നടക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളായി മുൻ തൃണമൂൽ കോൺഗ്രസ് TMC രാജ്യസഭാ MPമാരായ സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റേ, പ്രകാശ് ചിക് ബറേക്ക് എന്നിവരെ BJP വ്യാഴാഴ്ച നാമനിർദ്ദേശം ചെയ്തു. കഴിഞ്ഞ മാസം രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് TMCയിൽ നിന്ന് പുറത്തുപോയ മൂവരെയും പശ്ചിമബംഗാൾ ആസ്ഥാനമായ സോൾട്ട് ലേക്കിൽ വെച്ച് BJP പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ ഔപചാരികമായി BJPയിൽ ചേർത്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത്. US-ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് വിട നൽകി ഇറാൻ. ജന്മനാടായ മഷ്ദഹിൽ നടന്ന ഖബറടക്കത്തോടെ 6 ദിവസം നീണ്ടുനിന്ന സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. പോർവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ഖമനേയിയുടെ ഭൗതിക ശരീരം മഷ്ഹദിൽ എത്തിയത്. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യനഗരങ്ങളായ ഇറാഖിലെ കർബലയും നജാഫും അടക്കമുള്ള ഇടങ്ങളിലൂടെ നടത്തിയ വിലാപയാത്രയ്ക്ക് ശേഷമാണ് ഭൗതിക ശരീരം മഷ്ഹദിലേക്ക് എത്തിച്ചത്. ഇറാനിലെ ഏറ്റവും വിശുദ്ധമായ ഷിയ തീർത്ഥാടക കേന്ദ്രമായ ഇമാം റിസ ദർഗയിലാണ് ഖമനേയിയെ ഖബറടക്കിയത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ഖബറടക്കിയത്. കിഴക്കൻ ചൈനയിലെ ഷൂ ഫാക്ടറിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 28 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഫുജിയാൻ പ്രവിശ്യയിലെ ജിൻജിയാങ് നഗരത്തിലുള്ള ഹുയിറങ് ഷൂ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന പശയിലും ഷൂ നിർമ്മാണത്തിനുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളിലും തീ പടർന്നതാണ് ദുരന്തത്തിന് കാരണമായത്. കെട്ടിടത്തിലെ കോണിപ്പടികളും പുറത്തേക്കുള്ള വഴികളും ഷൂ നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ കൊണ്ട് തടസ്സപ്പെട്ടതിനാൽ ആളുകൾ പുറത്തു കടക്കുന്നതിനും രക്ഷാപ്രവർത്തകർക്ക് അകത്ത് കയറുന്നതിനും തടസ്സമായി. ഇതാണ് മരണസംഖ്യ കൂട്ടുന്നതിലേക്ക് നയിച്ചത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിൽ തീ പടർന്നതിനെ തുടർന്ന് തൊഴിലാളികൾ ജനലുകൾക്ക് സമീപവും മേൽക്കൂരയിലും അഭയം തേടി. 183 രക്ഷാപ്രവർത്തകരും 35 വാഹനങ്ങളും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% ഓഹരി വില വർധനവിന്റെ ഫലമായി ആപ്പിളിന്റെ വിപണി മൂലധനം $4.56 ട്രില്യൺ നിക്ഷേപകർ NVDയിൽ നിന്ന് അകന്ന് AI നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിച്ചതോടെ രണ്ടാം സ്ഥാനത്തുള്ള ആൽഫബറ്റിന് $4.43 ട്രില്യൺ താഴെയായി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.